ശ്രീ ബി റജി, ഈ അടിയും കൊണ്ട് പുളിയും കുടിക്കുക എന്ന് പറയുന്നൊരു നാട്ടുപ്രയോഗമുണ്ട്. ഇതിപ്പോൾ അധികാരം കിട്ടത്തുമില്ല, പക്ഷേ ഈ തർക്കത്തിൽ വീണു പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ കോൺഗ്രസ് ലീഗിൻ്റെ അടിമകളാണെന്ന് ഉള്ള ഒരു വരുത്തലും ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കാവുന്ന ആഘാതമുണ്ട്. കോൺഗ്രസിനെ പോലും ഉപേക്ഷിച്ച് പോകുന്നതിലേക്ക് കാര്യങ്ങളെത്തും. ഇതാണ് ഒരു കാര്യം. റജി ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ച് പറയുന്ന ആളാണല്ലോ. ചത്ത കുതിരയെന്ന് സാക്ഷാൽ നെഹ്റുവാണ് ലീഗിനെ കുറിച്ച് പറഞ്ഞത്. മാത്രമല്ല തൊപ്പി ഊരി വെപ്പിച്ച് അധികാര കസേരയിൽ ഇരിക്കാൻ ലീഗിനോട് കൽപ്പിച്ചിട്ടുണ്ട് സീതി സാഹിബ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത് നെഹ്റു ആയിരുന്നു. അവിടെയൊക്കെ കോൺഗ്രസ്സിന് അതിനൊക്കെ മേലുള്ള ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് രണ്ടാം കക്ഷിയുടെ ചൂണ്ടുവിരലിന് മുമ്പിൽ ഇങ്ങനെ കിടുകിടാന്ന് വിറയ്ക്കുകയാണ്. ബലേഭേഷ്, ചത്ത കുതിര എന്ന് ഒക്കെ വിശേഷിപ്പിച്ചതിനെക്കുറിച്ച് അജംഷാദ് അങ്ങ് സൂചിപ്പിച്ചു. കേരള തൊഗാഡിയ എന്ന് ഈ വെള്ളാപ്പള്ളി നടേശനെ വിശേഷിപ്പിച്ചിട്ട് ഒരാളായിരുന്നു കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ ആ കേരള തൊഗാഡിയ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ആളുടെ ബൈറ്റാണ് ഇപ്പോൾ അങ്ങയുടെ ചാനലിൽ എന്താണ് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഓരോ ചേരികളിൽ രൂപപ്പെടുന്നു. അതെങ്ങനെയാണ് BJP അടക്കമുള്ളവരെ സഹായിക്കുന്നതിലേക്ക് നയിക്കപ്പെടുന്നത്? അത് മതേതര ചേരിക്കുണ്ടാവുന്ന ആഘാതം എന്താണ്? അത് സ്വാഭാവികമായി ന്യൂനപക്ഷ വിരുദ്ധമായി മാറും. ഇങ്ങനെയൊക്കെയുള്ള പാർശ്വവൽകൃതരെയൊക്കെ കരുതിക്കൊണ്ട് ഉള്ള ഒരു കാര്യങ്ങൾക്കാണ് അത്തരത്തിലൊരു ടോക്ക് ഉയരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ വെള്ളാപ്പള്ളിയെ വെള്ളപൂശാനോ അല്ലെങ്കിൽ കരിവാരി തേക്കാനോ ഒന്നുമല്ല പോയത്. ഞാൻ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായി. അദ്ദേഹം ഒരു വലിയ സമുദായത്തിൻ്റെ നേതാവാണ്. അപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇതിനൊക്കെ അവസരം കൊടുത്തത് ആരാണ് എന്നുള്ളതാണ്. അതാണ് പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, മതം കറുപ്പാണെന്നും അത് മനുഷ്യനെ മയക്കുന്ന ഇത് കറുപ്പാണെന്ന് പറയുകയും ഒരു നമ്മുടെ രാജ്യത്ത് തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി ഒരു വലിയ പ്രത്യയശാസ്ത്രം കൊണ്ടുവരികയും ചെയ്ത കാറൽ മാർക്സിൻ്റെ അനുയായികൾ ഉൾപ്പെടുന്ന ഒരു പാർട്ടി എത്ര പരിഹാസ്യമായിട്ട് ഒരു സാങ്കല്പിക വിഷയത്തെ മതപരമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇങ്ങനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഈ നടപടി എത്ര ഹീനമാണെന്ന് എന്നൊക്കെയുള്ള വേറൊരു വിശാല അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞാണ്. ഇതിന് കാറൽ മാർക്സിനെ പിടിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി കൂടെയുള്ള മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമിയുടെ തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗ് കോൺഗ്രസ് എന്ന പ്രധാന കക്ഷിയെ മതേതര കക്ഷിയോട് ആജ്ഞാപിക്കുകയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി ആരാകണമെന്ന്. അതിലെ അനൗചിത്യം ചർച്ച ചെയ്യൂ ശ്രീ ബി റജി. അങ്ങ് ഒരു നിമിഷം ഒരു കുറച്ച് സെക്കൻഡുകളെങ്കിലും എനിക്കൊന്ന് അനുവദിച്ചാൽ ഞാൻ പറയാം. പറഞ്ഞോളൂ, താങ്കൾക്കാണ് ഏറ്റവും കൂടുതൽ സമയം. ഇവിടെ ഈ വിഷയം ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ലീഡറെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചതിന് ശേഷമാണോ നിങ്ങൾ ഈ ചർച്ച ഇത്തരത്തിൽ ഊഹിക്കുന്നത്? ബഹുമാന്യനായ സജീവൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇത് സാങ്കല്പികമാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച അത്തരത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് അത് ചോദിക്കാം. പിന്നെ ഇങ്ങനെ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ അഡ്വാൻസ് ജാമ്യം എടുക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് 4-ാം തീയതി വരുന്ന വലിയ റിസൾട്ടിൽ LDF തൂത്തെറിയപ്പെടുമ്പോൾ നിങ്ങൾ അന്ന് വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ടാണെന്ന് പറയുകയും ഭരണപരാജയം, അതായത് ആൻറ്റി ഇൻകുംബൻസി, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സർക്കാർ മറിയുന്നതെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്ന അതായത് നിങ്ങളുടെ സതീശനും ചെന്നിത്തലയും KC വേണുഗോപാലിൻ്റെ 3 പേർക്കും ഉള്ളത് കൂട്ടിയാൽ പോലും 30% വരൂ. പക്ഷേ 33% പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരണമെന്ന് എക്സിറ്റ് പോളുകൾ തന്നെ. അവർ എക്സിറ്റ് പോളിനെ ഓൺ ചെയ്യുന്നില്ല എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ആ എക്സിറ്റ് പോളുകൾ തന്നെ പറയുന്നു 33% മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകണമെന്ന് ആഗ്രഹിക്കുന്നു. എവിടെയാണ് ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ? എവിടെയാണ് ഭരണവിരുദ്ധ വികാരം? ചുമ്മാതെ പറയല്ലേ ശ്രീ അജംഷാദ്. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു സംവിധാനമില്ലേ? ആ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങളുടെ രണ്ടാം ഘടകകക്ഷി മുസ്ലിം ലീഗ് മാറിയതെങ്ങനെ?
ആ സംവിധാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടോ? ഇവിടെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? ഇവിടെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? അതിൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? ഇവിടെ ഇതിനെ സാമുദായികവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും ചെയ്യുന്ന ശ്രമം ബിജെപിക്കാർ പോലും ചെയ്യില്ല. ഇത്തരത്തിലുള്ള വർഗീയവൽക്കരണം ഡോക്യുമെന്ററി ചിത്രീകരിച്ചവരും പറയേണ്ടതാണ്. ഞങ്ങൾ പറയേണ്ടതല്ല ശ്രീ വീരജി, അത് കോൺഗ്രസിനുള്ളിൽ തന്നെ പറയേണ്ടതാണ്. ഈ രീതിയിലേക്ക് ഒരു ചർച്ച എങ്ങനെ വന്നുവെന്ന്, ഈ രീതിയിൽ എന്തുകൊണ്ടാണ് ചർച്ച വന്നത്? LDF സംബന്ധിച്ച് ചർച്ചയില്ലല്ലോ. LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് ഒരു 10 സീറ്റിൻ്റെതാണ്. നെക്ക് ഫൈറ്റാണ് നടക്കുന്നതെന്ന് എക്സിറ്റ് പോളുകൾ തന്നെ പറയുന്നു. ഇപ്പോൾ നമുക്ക് ആശ്രയിക്കാവുന്ന വളരെ ദുർബലമായ സ്റ്റാറ്റിക്സ് ആണ് അവർ ഉയർത്തുന്നതെങ്കിൽ പോലും നമുക്കിപ്പോൾ ആശ്രയിക്കാവുന്ന ഒന്ന് എക്സിറ്റ് പോളുകളാണ്, ഫലം വരുന്നത് വരെ. അങ്ങനെയാണെങ്കിൽ എക്സാക്റ്റ് പോൾ വരുന്നത് വരെ നമുക്ക് എക്സിറ്റ് പോളിനെ ചർച്ച ചെയ്യാം. ഈ 10 സീറ്റിൻ്റെ ബ്രിമ്മിൽ നിൽക്കുന്നു. എന്തുകൊണ്ട് LDF ഇത്തരത്തിലൊരു ചക്ലത്തി പോരാട്ടം നടത്തുന്നില്ല, ഈ പൊറാട്ട് നാടകം കളിക്കുന്നില്ല? UDF മാത്രമല്ലേ ഉള്ളൂ ഇത്, അവിടെയല്ലേ ഈ തർക്കമുള്ളൂ.